ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 1-2 വാക്യങ്ങൾ. മത്തായി 8-1-2 വാക്യങ്ങൾ. അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നാറെ വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ച്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഗിരിപ്രഭാഷണം കഴിഞ്ഞ് കർത്താവ് മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ പുരുഷാരം അവനെ അനുഗമിച്ചു എന്ന് കാണുന്നു. ദൈവപുത്രൻ എന്നുള്ള ബഹുമാന്യതയ്ക്ക് ഉതകുന്ന 3 അതിശയങ്ങൾ യേശു ചെയ്തതായി വിശുദ്ധ മത്തായി രേഖപ്പെടുത്തുന്നുണ്ട്. എല്ലാ ജാതികളും അവനിൽ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് അബ്രഹാമിൻ്റെ പുത്രനായ മശിഹ ആയിട്ടാണ് അവിടുന്ന് അവതരിച്ചത്. അവൻ മനുഷ്യപുത്രനും ഇസ്രായേലിൻ്റെ ഭാവി മശിഹായുമാണ്. കർത്താവ് ഏറ്റവും വലിയ ന്യായപ്രമാണദാതാവും ശാസകനുമാണെങ്കിലും വളരെ കരുണയുള്ളവനായിരുന്നു. അവനെ കുറച്ചെങ്കിലും അറിയാൻ കഴിഞ്ഞവർക്ക് കൂടുതൽ അറിവാൻ താല്പര്യമുണ്ടാകുന്നു. വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു. ഇവിടെ യാക്കോബ് മശിഹായെക്കുറിച്ച് പറഞ്ഞ പ്രവചനം നിറവേറുകയാണ്. ജാതികളുടെ അനുസരണം അവനോടാകും. എന്നാൽ നാം വിചിത്രമായി കാണുന്ന കാര്യം, അധികം പേർ അവനെ പിന്തുടർന്നെങ്കിലും അവർ അവനോട് പറ്റിച്ചേർന്നില്ല എന്നുള്ളതാണ്. ധാരാളം ആളുകൾ കർത്താവിനെ കേൾക്കുകയും പിന്തുടരുകയും ചെയ്തു എന്ന് സുവിശേഷ വേദഭാഗങ്ങൾ നമ്മൾ വായിക്കുന്നു. എന്നാൽ അങ്ങനെ പിന്തുടർന്ന ആളുകളിൽ ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന ആളുകൾ വളരെ ചുരുക്കമായിരുന്നു, കുറവായിരുന്നു. ഇന്നും അങ്ങനെ തന്നെയാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ ഒരു തുടർച്ചയാണ്. കൂട്ടങ്ങൾ ധാരാളമുണ്ട്, എന്നാൽ ക്രിസ്തുപക്ഷത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾ കുറവാണ്. ഇവിടെ കർത്താവ് ഇറങ്ങി വരുമ്പോൾ അവനെ എതിരേൽക്കുന്നത് ഒരു കുഷ്ഠരോഗിയാണ്. യഹൂദ ന്യായപ്രമാണ പ്രകാരം കുഷ്ഠരോഗിയോടുള്ള സമീപനം എങ്ങനെയൊക്കെ ആയിരിക്കണമെന്ന് പഴയ നിയമത്തിൽ വായിക്കുന്നു. എത്ര അടി അകലമാണ് നിൽക്കേണ്ടത്, കുഷ്ഠരോഗത്തിൻ്റെ കാഠിന്യമനുസരിച്ചും വ്യത്യസ്ത രീതികളനുസരിച്ചുമൊക്കെ അകലങ്ങൾ കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കുഷ്ഠരോഗി യേശുവിനെ ഏറ്റ് അവൻ്റെ ആവശ്യം പറയുന്നു. ഇതേ സംഭവം മർക്കോസ് 1-ാം അധ്യായത്തിലും ലൂക്കോസ് 15-ാം അധ്യായത്തിലൊക്കെ കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ ഒന്നാമതായി രേഖപ്പെടുത്തിയിരിക്കുന്ന കർത്താവിൻ്റെ അത്ഭുതം ഈ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയതാണ്. മത്തായി കർത്താവിൻ്റെ ഉപദേശത്തിന് 1-ാം സ്ഥാനവും അതിശയ പ്രവൃത്തിക്ക് 2-ാം സ്ഥാനവും കൊടുക്കുന്ന ആളായിരുന്നു. യഹൂദന്മാർക്ക് ഏറ്റവും വെറുപ്പുള്ള രോഗമാണ് കുഷ്ഠരോഗം. അത് ദൈവത്തിൻ്റെ കോപത്തെയും കാണിക്കുന്നു എന്നാണ് വിശ്വാസം. മിര്യാം, ഗാഗസി, ഉസിയാവ് എന്നിവരെല്ലാം ദൈവകോപത്തിന് ഇരയായതുകൊണ്ടാണ് കുഷ്ഠരോഗികളായതെന്ന് പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നു. എന്നാൽ ദൈവം തൻ്റെ വലിയ കൃപ ഒരു കുഷ്ഠരോഗിയിൽ കൂടെ ഇവിടെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. യേശു അനേകം കുഷ്ഠരോഗികളെ ശുദ്ധരാക്കിയതിനാൽ താൻ ദൈവമെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു. നമ്മളും ഇതിന് സമാനമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരാവാം. പാപം എന്നത് ആത്മാവിലെ കുഷ്ഠരോഗമാണ്. അത് നമ്മെ ദൈവിക സംസർഗത്തിൽ നിന്നും അകറ്റുന്നു. എന്നാൽ നാം അതിലേക്ക് ഉദ്ധരിക്കപ്പെട്ടേ മതിയാവൂ. നാം ഈ കുഷ്ഠരോഗത്തിൽ നിന്നും ശുദ്ധരായേ മതിയാവൂ. നമ്മുടെ വലിയ വൈദ്യനെ നാം സമീപിക്കുമ്പോൾ ഇതിന് പരിഹാരമുണ്ടാകുന്നു. കുഷ്ഠരോഗിയുടെ ചോദ്യം, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധരാക്കാൻ കഴിയും. കർത്താവ് തൊടുന്നു എന്ന് നമ്മൾ പിന്നീട് വായിക്കുന്നു. കുഷ്ഠരോഗിയെ തൊടുന്നതും അടുത്ത് ചെല്ലുന്നതും ന്യായപ്രമാണ പ്രകാരം വലിയ
അശുദ്ധിയിലേക്കാണ് നയിക്കുന്നത്. അങ്ങനെ അശുദ്ധരാക്കപ്പെടുന്നവർ പാളയത്തിന് പുറത്തേക്ക് പോകേണ്ടി വരും. അശുദ്ധനാകാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയുമെന്നാണ് കുഷ്ഠരോഗി കർത്താവിനെ ചലഞ്ച് ചെയ്യുന്നത്. നമ്മൾ ഏതവസ്ഥയിലായിരുന്നാലും നമ്മുടെ ആത്മാവിലെ കുഷ്ഠം ഒരു പക്ഷെങ്കിൽ മറ്റുള്ളവർ കണ്ടു എന്ന് വരില്ല. നമ്മെ സ്വീകരിക്കാൻ, നമ്മെ തൊടാൻ, നമ്മുടെ പാപാവസ്ഥയും മലിനാവസ്ഥയും മാറ്റാൻ കർത്താവ് മനസ്സലിവോടെ കാത്തു നിൽക്കുന്നു. ദൈവകരങ്ങളിൽ നമ്മളെ സമർപ്പിക്കാം. ദൈവം നമ്മെ ശുദ്ധീകരിക്കും. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവെ, പുതിയ പ്രഭാതം ദാനമായി നൽകിയല്ലോ. അതിൻ്റെ നന്മകൾക്കായും സാധ്യതകൾക്കായും സ്തോത്രം. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ അവിടുത്തെ കരുണയും കൃപയും ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഞങ്ങളുടെ ആത്മാവിലെ പാപം, ആത്മാവിലെ കുഷ്ഠം ശുദ്ധമാക്കുവാൻ അവിടുത്തെ കരം നീട്ടണമേ. ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. യേശു മശിഹ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ഏക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.